Hi, hello, welcome back to SP Future. You are listening to Sadiq Pallikal. മക്കളെ, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മുതൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കൂടെ അതുണ്ടാവും. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസുകളും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണുക. നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ത്രൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സുകളൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസിൽ PPTs യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടും BCOC 138 ആയിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ മറക്കാതെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ബ്ലോക്ക് 1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ് 1 നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്നല്ല നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പർട്ടിക്കുലർ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്, ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നോക്കുന്നുണ്ട്. പിന്നെയോ ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും നോക്കുന്നുണ്ട്. ദെൻ പ്രൊസീജിയർ ഓഫ് ഇൻസ്റ്റാളിങ് എ കോസ്റ്റിംഗ് സിസ്റ്റം, ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിലോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ആകെ ഒരു 4 ടോപ്പിക്കുകൾ മാത്രമായിട്ട് വരുന്ന ചെറിയൊരു ചാപ്റ്ററാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നോക്കൂ, നമ്മൾ ഫസ്റ്റിലെ സ്ലൈഡിലേക്ക് പോവാണ്. എന്താണ് ഈ സ്ലൈഡ് നോക്കൂ, ഹൗ ദ പ്രൈസ് ഈസ് ഫിക്സ്ഡ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. നോക്കി, അവിടെ ഒരു ഷൂയുടെ ചിഹ്നം, ഒരു ഷൂയുടെ ഫോട്ടോ ഉണ്ട്. അതേപോലെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഈ 1119 എന്നുള്ള പ്രൈസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ഷൂവിന് ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ലാഭം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം എന്തറിയണം, നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് അറിയണം അല്ലേ. സോ ഈ ഒരു സാധനത്തിന് ഈ ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റേജുകളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് ഓഫ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതിൻ്റെ ചെറിയൊരു ഡിവിഷനാണ് നമ്മൾ അടുത്ത സ്ലൈഡിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നോക്കിക്കോ, നിങ്ങൾ ഇവിടെ ഒരു ഷൂയുടെ ഫോട്ടോ ഉണ്ട് അല്ലേ. എന്താണ് ഈ ഷൂവിൻ്റെ പ്രൈസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് എത്രയാണ്, 1000 rupees. അതിന് മെറ്റീരിയൽസിന് എത്ര വന്നിട്ടുണ്ട്, 200 രൂപ, ലേബർ 300 രൂപ, ഓവർഹെഡ് 250, പ്രോഫിറ്റ് 250, അങ്ങനെ 1000 rupees അല്ലേ. നമ്മളൊരു റഫ് ഫിഗറോടെ കാണിച്ചതാണ്. എന്താണ് ഒരു ഷൂവിനുള്ള പ്രൈസ് ഇത്രയാണ്. അതിന് മെറ്റീരിയലിന് അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. ദെൻ അതിന് ജോലി ചെയ്യുന്നവർക്കുള്ള ക്യാഷ്, പിന്നെ അതിനെ ഡയറക്റ്റ്ലി ജോലി ചെയ്യുന്നവർക്കും ഡയറക്റ്റ് അല്ലാതെ ജോലി ചെയ്യുന്നവർക്കുള്ള ക്യാഷ്, അതാണ് ഓവർഹെഡ്സ് എക്സ്പെൻസുകൾ വരുന്നത്. പിന്നെയോ നമ്മുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ, ആ ഒരു എമൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനത്തിൻ്റെ ഫൈനൽ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് 1000 ഫിക്സ് ചെയ്ത് മേ ബി ഈ ഒരു രീതിയിലായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക, ഇതിൻ്റെ ഈ ഒരു അലോക്കേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അഥവാ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന അക്കൗണ്ട്സിൻ്റെ ശാഖയിൽപ്പെട്ടുള്ള ഫസ്റ്റ് ഒരു ശാഖയാണ് ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ. ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് കമ്പനിയുടെ ആസ് എ ഹോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, അവൈലബിൾ ആവുള്ളൂ. ബട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലൂടെ കിട്ടില്ല, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ കിട്ടില്ല. പിന്നെയോ ഇറ്റ് ഡസ് നോട്ട് ക്ലാസിഫൈ എക്സ്പെൻസസ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓർ ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സ്പെൻസുകൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏത്, വേരിയബിൾ എക്സ്പെൻസ് ഏത്, ഇൻഡയറക്റ്റ് വേരിയബിൾ ഏത്, ഫിക്സഡ് വേരിയബിൾ ഏത്, അതേപോലെ ഫിക്സഡ് ഏത്, അതേപോലെ വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് സെറ്റപ്പ് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് കൺട്രോൾ ഓവർ ദ മെയിൻ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് അല്ലേ. അതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല, ഓരോ കോസ്റ്റിൻ്റെയും എലമെൻറ്റ്സുകൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മക്കളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. ദെൻ പിന്നെയോ
ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻ. എന്ത് ചെയ്യില്ല, നമുക്ക് കറക്റ്റായിട്ട് ഇത്ര രൂപയുടെ കോസ്റ്റ് വന്നിട്ടുണ്ടെന്നാൽ നമുക്ക് പക്ക കറക്റ്റായിട്ട് ഏതെന്ന് മനസ്സിലാവില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് മനസ്സിലാവുകയും നമുക്ക് എന്തെന്നെ വേണം, കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെ വേണം. സോ ദെൻ പിന്നെ പറയുന്നത് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇൻഫർമേഷൻ. അതെന്തായിരിക്കാം, ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആവുന്നൊരു സാധനം അല്ലായിരിക്കാം. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും അത് എന്തായിട്ടുണ്ടാവും, ഇപ്പോൾ അതിൻ്റെ വിലയിലും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അതും നമുക്ക് എന്തെല്ലാം ഒരു ബെനഫിഷ്യറി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്, ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല. പിന്നെ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നില്ല, ക്ലാസിഫൈ ചെയ്യുന്നില്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കൺട്രോൾ സിസ്റ്റം ഇല്ല. പിന്നെ അഡിക്വേറ്റ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവില്ല. ഓൺലി ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് മാത്രമാണ് നമുക്ക് ഏതെന്ന് കിട്ടുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് നോക്കാം, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് അതിൻ്റെ മീനിങ്, കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നോക്കിക്കോ, ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ വളരെ വൃത്തിയായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നോക്കിയേ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിങ് ദ കോസ്റ്റ് പ്രോസസ് ഓഫ് എ കമ്പനീസ് കോസ്റ്റ് ഐറ്റം. അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അത് റെക്കോർഡ് ചെയ്യുന്ന, അത് റിപ്പോർട്ട് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ അക്കൗണ്ടിങ് അനലൈസിസ് ടൂൾ യൂസ്ഡ് ടു റിവ്യൂ കമ്പനീസ് എക്സ്പെൻസസ് ടു മേക്ക് എഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ. എന്താണ് ഇതെന്താണ്, ഒരു ഇൻറ്റേർണൽ അക്കൗണ്ടിങ് അനലൈസിസ് ടൂളാണ്. നമ്മുടെ മക്കളെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഇനി ഒരു ഡെഫിനിഷൻ ഉണ്ട് താഴത്ത്, ഒരു വെൽഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ തന്നിട്ടുള്ള ഡെഫിനിഷനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത്, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് സ്യൂട്ടബിൾ അറേഞ്ച്ഡ് ഡാറ്റ ഫോർ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് ഗൈഡൻസ് ഓഫ് മാനേജ്മെൻറ്റ്. വളരെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസും കാര്യമൊക്കെ ഉള്ളത്. നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ മുകളിലെ മീനിങ് മാത്രം പഠിച്ചാൽ മതി. എന്താണ് റെക്കോർഡ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും, ഇവിടെ പറഞ്ഞല്ലോ നോക്കിയാൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്ന ഒരു അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലേ, എക്സ്പെൻഡിച്ചറിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ഒക്കെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു മീനിങ്ങിൻ്റെ സെഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് അവിടെ എന്താണ്, റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിങ് ദ കോസ്റ്റ് പ്രോസസ് ഓഫ് എ കമ്പനീസ് കോസ്റ്റ് ഐറ്റം. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒക്കെ പരിപാടിക്കാണ് എന്താ പറയുക, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. ദെൻ ഇനി നമുക്ക് പറയാനുള്ള ഭാഗം ഏതാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിയാൽ നിങ്ങൾ അനലൈസ് ആൻഡ് ക്ലാസിഫൈ ഓൾ എക്സ്പെൻഡിച്ചറും. നമുക്ക് എല്ലാ എക്സ്പെൻഡിച്ചറും ക്ലാസിഫൈ ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നതാണ്, ഇറ്റ് അനലൈസ് ആൻഡ് ക്ലാസിഫൈ ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ദെൻ അതിൽ നിന്ന് പിന്നെന്താ പറയുന്നത്, നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗ്യം അതാണ് മക്കളെ, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നമ്മളുടെ മെയിൻ ഡിഫറൻസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. നോക്കി എന്താണ് ഫസ്റ്റ് ഇതൊരു ഡിഫറൻസ് പറയുന്നത്, ഒബ്ജക്റ്റീവ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എൻ എൻറ്റിറ്റി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ഇറ്റ് അസർട്ടൈൻ ഓഫ് കോസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു സാധനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ള മനസ്സിലാക്കുന്നു, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നാച്ചുർ, രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, നാച്ചുറാണ്. അതിൽ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്ലാസിഫൈസ് റെക്കോർഡ്സ് പ്രസൻറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ട്രാൻസാക്ഷൻസ് ഇൻ മോണിറ്ററി ടേംസ് അല്ലേ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് പറയുക, നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്.
ബട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്ലാസിഫൈസസ് കോസ്റ്റ് റെക്കോർഡ്സ് പ്രസൻറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഇറ്റ്സ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഇവിടെ മറ്റൊടുത്ത് നമ്മൾ മോണിറ്ററി കാര്യങ്ങൾ മൊത്തം നോക്കുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? കോസ്റ്റിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ നോക്കുന്നത്, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വന്നാലോ, ഇറ്റ് മേക്സ് യൂസ് ഓഫ് ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഏതും യൂസ് ചെയ്യുന്നുണ്ട്? പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റുകളും എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പോയിൻറ്റ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റുകളാണ്. ദെൻ അടുത്തത് നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? യൂസ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ നോക്കൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസേഴ്സ് ആണ് അല്ലേ? ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റംസ് ആർ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്സ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് അല്ലേ? ആരാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ അനലിസ്റ്റേഴ്സ് അല്ലേ? അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെയാണ് എന്താ നോക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻസ് ആരെ യൂസ് ചെയ്യുന്നത്? ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? സോ ആരൊക്കെയാണെന്നുള്ളത് നോക്കിക്കോ. ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് ജനറലി യൂസ്ഡ് ബൈ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ മാനേജ്മെൻ്റ് ആണ്. ബട്ട് സം ടൈം റെഗുലേറ്ററി അതോറിറ്റീസ് ഓൾസോ. മെയിനായിട്ട് ഇത് ആരാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയിൽ ഇൻറ്റേർണലായിട്ട് കിടക്കുന്ന ആൾക്കാരാണ് യൂസ് ചെയ്യുക. എന്നാലും ചില സമയങ്ങളിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ചൂസ് ചെയ്യാനുള്ള അധികാരം അവൈലബിൾ ആണ്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ബട്ട് സം ടൈംസ് റെഗുലേറ്ററി അതോറിറ്റീസ് ഓൾസോ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കുക, എന്താ പറയുന്നത്? അനലൈസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ? ഇറ്റ് ഷോസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഓർഗനൈസേഷൻ ഏതർ സെഗ്മെൻറ്റ് വൈസ് ഓർ ആസ് എ ഹോൾ. എന്ത് ചെയ്തു? നമുക്കിവിടെ പ്രോഫിറ്റും കാര്യങ്ങളും നമ്മുടെ എന്ത് ചെയ്യുന്നു? ഒരു സെഗ്മെൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് വർഷത്തിൽ അല്ലെങ്കിൽ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, മന്ത്ലി എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രകാരം നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരം ഇറ്റ് പ്രൊവൈഡ് ദ കോസ്റ്റ് ഡീറ്റെയിൽസ് ഫോർ ഈച്ച് കോസ്റ്റ് ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്, പ്രോസസ്, ജോബ്, കോൺട്രാക്ട് എക്സെട്ര. അതായത് ഏത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ഓരോന്നിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ ജോബിന് അല്ലെങ്കിൽ ഓരോരോ പ്രോസസ്സിന് അല്ലെങ്കിൽ ഓരോരോ കോൺട്രാക്റ്റ് വരുന്ന കോസ്റ്റുകൾ എത്രയാണ് എന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് ഏതിലൂടെ പറ്റും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ പറ്റും. ഓക്കെ, അല്ലാതെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? പ്രോഫിറ്റ് മനസ്സിലാക്കിയിരിക്കാൻ പറ്റില്ല. അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് പറ്റില്ല? കോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ ടൈം പീരീഡ് നോക്കിയ ടൈം പീരീഡ് എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് യൂഷ്വലി ഫോർ എ ഇയർ അല്ലേ? വർഷത്തിലൊരു പ്രാവശ്യമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാറുള്ളത്? നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇവിടെയോ റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഇതിനങ്ങനെ ഇന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. ബട്ട് എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരമുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ ഏഴാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കൂ. എ സെറ്റ് ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രസൻറ്റിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. എന്താണ്? ഒരു ഓൾറെഡി സെറ്റ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക? ഇവിടെ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുക. ഇവിടെയോ ഇൻ ജനറൽ നോ സെറ്റ് ഫോർമാറ്റ്സ് ഫോർ പ്രസൻറ്റിങ് കോസ്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ എന്തില്ല? ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തില്ല? ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിൽ ഡിഫറൻസ്. ഒബ്ജക്റ്റീവ് പറഞ്ഞു, ഒന്നെന്താണ് മോണിറ്ററി ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കാനാണ്, ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒന്നെന്താണ് മോണിറ്ററി കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നെന്താണ് കോസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. പിന്നെയോ ഒന്ന് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് റെക്കോർഡ് ചെയ്യുന്നത്, മറ്റൊരു ഹിസ്റ്റോറിക്കലും പ്രിഡിറ്റർമൈൻഡ് കോസ്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൂസേഴ്സ് ആരാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഓണേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആരാണ്? ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ ടീമാണ്. ദെൻ അനലൈസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റുകൾ കാര്യങ്ങളും ഓരോന്ന് കിട്ടും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഓരോ സാധനത്തിന് വരുന്ന കോസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ടൈം പീരീഡ് പ്രധാനമായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കാറുള്ളത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാറുള്ളത് എങ്ങനെയാണ്? വർഷത്തിൽ ഒരിക്കലാണ്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ നമുക്കൊരു സെറ്റ് ഓഫ് ഫോർമാറ്റ് ഉണ്ട്. ബട്ട്
കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാൻ എന്തില്ല, ഒരു സെറ്റ് ഓഫ് ഫോർമാറ്റുകളില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നോക്കിയാൽ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ. ആ കോസ്റ്റ് അക്കൗണ്ടിങ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയോ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഇല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സാധനത്തിന് വരുന്ന കോസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസർടൈൻ ചെയ്യാൻ പറ്റും. പിന്നെയോ ബെനഫിറ്റ്സ് ഓഫ് ദ നാഷണൽ എക്കോണമി ഇല്ലേ, എന്താണ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാഷണൽ എക്കോണമിക്ക് എന്താണ്, അതൊരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോന്നിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ സാധനത്തിനും റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന കോസ്റ്റ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെയോ പ്രൈസ് ഫിക്സേഷൻ ആണ്. നമുക്ക് പ്രോപ്പറായിട്ട് കോസ്റ്റ് അസർടൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, ഈസി ആയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് നമ്മൾ 5ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്, ഇത് പ്രൈസ് ഫിക്സേഷൻ പറഞ്ഞിട്ടുള്ളത് ഈസിയാണ് അല്ലേ. ദെൻ ഇനി എന്താണ് പറഞ്ഞത്, ഇൻവെൻട്രി കൺട്രോൾ. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇൻവെൻട്രി സ്മൂത്തായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ പിന്നെ 7ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, പ്രോപ്പറായിട്ടൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്തുണ്ടാവില്ല, വേസ്റ്റേജുകളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അത് അനാവശ്യ ചിലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ഇൻ ചെക്കിങ് ദ ആക്യുറസി ഓഫ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടുകളുടെ ആക്യുറസി ചെക്ക് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോസ്റ്റ് കമ്പാരിസൺ. മാത്രമല്ല കോസ്റ്റുകൾ പരസ്പരം കമ്പാരിസൺ ചെയ്യാനും എന്ത് സഹായിക്കും, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. പിന്നെയോ ഹെൽപ്സ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയാനുള്ളത്. ഈ പോയിൻറ്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ പോയിൻറ്റ്സുകളൊന്നും മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ നമുക്ക് വരുന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഫൈൻ. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റിലെ ഭാഗമാണ് എന്ത്, ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. അഥവാ നമ്മളൊരു പുതിയൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സമ്പ്രദായം നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. അഥവാ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വിച്ച് മേ കംസ് ഇൻ അവർ വേ. നമ്മുടെ മുന്നിൽ വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത്. ഫസ്റ്റ് ആണ് നോക്കും നിങ്ങൾ, ഇനാഡ്വക്കേറ്റ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പോസിഷൻസ് ടു ദി സിസ്റ്റം ബൈ സം ഓഫീസേഴ്സ് അല്ലേ. സ്വാഭാവികമാണ്, നിലവിലുള്ള ഒരു സിസ്റ്റം മാറി പുതിയൊരു സിസ്റ്റം വരികയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞതാണ്, ടോപ്പ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. രണ്ടാമത്തെ പോയിന്റ് അതിനൊരു എക്സാജുറേഷൻ ആണ്. എന്താ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ് അസോസിയേറ്റ് വിത്ത് ഓപ്പറേഷൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യും. ബിക്കോസ് ദേ മേ ഫിയർ ദാറ്റ് ദ വർക്ക് മേ ബി ലോസ്ഡ് അല്ലേ. അവരുടെ ജോലി പോകുമെന്ന് ആർക്ക് പേടിയുണ്ടാവും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ അവരുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്തിന്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, രണ്ടെണ്ണം മനസ്സിലായി അല്ലേ. ദെൻ മൂന്നാമത് എന്താ പറഞ്ഞത്, റീസെൻമെൻറ്റ് ഓഫ് അതർ ലെവൽസ് ഇൻ വ്യൂ ഓഫ് ദ അഡീഷണൽ വർക്ക് എക്സ്പെക്റ്റഡ് ഡ്യൂ ടു ദ കോസ്റ്റിംഗ് സിസ്റ്റം അല്ലേ. എന്ത് ചെയ്യും, ആർക്കും വലിയൊരു താല്പര്യം കാണിക്കില്ല മറ്റുള്ള ആൾക്കാർ. ബിക്കോസ് എന്തുകൊണ്ട് പുതിയൊരു സിസ്റ്റം വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ എക്സ്ട്രാ വരും എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് ആൾക്കാർ ആരും എന്ത് ചെയ്യില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്തോളാം എന്നുമില്ല. ഓക്കെ, നമുക്ക് നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ് അല്ലേ. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ് അല്ലേ. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥാപനത്തിലേക്ക് പെട്ടെന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തറിഞ്ഞോളണമെന്നില്ല, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടി വരും. അതെന്താണ്, നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരുപാട് കോസ്റ്റ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അല്ലേ. അതാണ് ലാസ്റ്റ് പറഞ്ഞത്, ഹെവി കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻസ്റ്റലേഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വലിയൊരു ടാസ്ക്കാണ്, ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട്
നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതൊക്കെ പഠിപ്പിച്ചെടുക്കണം അല്ലേ, അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസുകളും കാര്യങ്ങളും പർച്ചേസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ടാസ്ക്കാണ് നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ, ഫൈൻ. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അഥവാ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്നത്. നോക്കിയേ, ഒബ്ജക്റ്റീവ് ഓഫ് ദ കോസ്റ്റിംഗ് സിസ്റ്റം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെയോ നാച്ചർ ഓഫ് ദ ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, കോസ്റ്റ് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പിന്നെയോ ക്വാളിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് സെറ്റ് ചെയ്യാൻ, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സെറ്റ് ചെയ്യാൻ. പിന്നെ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ നോക്കണം, സ്കോപ്പ് ഓഫ് അതോറിറ്റി നോക്കണം. പിന്നെയോ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്സ് ടു ബി സബ്മിറ്റഡ്, എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. പിന്നെയോ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ ബിസിനസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ സ്റ്റാഫ് ടുവേർഡ്സ് ദ ന്യൂ സിസ്റ്റം അല്ലേ. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഒരു പുതിയ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പോയിൻറ്റ്സുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നൊരു ടാസ്കുകൾ. അതെന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാട്ടോ. നമ്മളൊരു 8 പോയിൻറ്റ്സുകളോടെ പറഞ്ഞു ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ നോട്ട്സുകളൊന്ന് വായിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ നോട്ട്സുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകൾ അയച്ചു തന്നതായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ നോട്ട് വേണമെങ്കിൽ അവൈലബിൾ ആണ്. അതേപോലെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മെസ്സേജ് അയക്കുന്ന പക്ഷം ഞാൻ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ഓക്കെ, സോ അടുത്ത ദിവസം തൊട്ടടുത്തൊരു ദിവസം തന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും പ്ലീസ് ടേക്ക് കെയർ. ബൈ.